വി.എസ്. അച്യുതാനന്ദൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ പത്മ പുരസ്കാരം നിരസിച്ചേനെയെന്ന് CPM ജനറൽ സെക്രട്ടറി M.A. ബേബി. ഇനി തീരുമാനമെടുക്കേണ്ടത് കുടുംബമാണ്. EMS ഉൾപ്പെടെയുള്ളവർക്ക് പുരസ്കാരം നൽകാമെന്നറിയിച്ചപ്പോൾ സ്വയം വിസമ്മതിച്ചതാണെന്നും M.A. ബേബി പറഞ്ഞു. അഖിലേന്ത്യാ നേതൃത്വത്തിലുണ്ടായിരുന്ന സഖാവ് EMSന്, സഖാവ് ജ്യോതിബാസുവിന്, സഖാവ് ഹർകിഷൻ സിംഗ് സുർജിത്തിന്, അതുപോലെ തന്നെ സഖാവ് ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്ക് അവർക്ക് ഈ അവാർഡ് ഉണ്ട് എന്നറിയിച്ചപ്പോൾ ഞങ്ങൾ വിനയപൂർവ്വം ഈ അവാർഡ് സ്വീകരിക്കാൻ വിസമ്മതിക്കുകയാണ് എന്നാണ് ഇവർ ഓരോരുത്തരും പറഞ്ഞിട്ടുള്ളത്. അത് അവർ ഓരോരുത്തരുടെയും തീരുമാനമാണ്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ സഖാവ് VS ജീവിച്ചിരിപ്പില്ല. അപ്പം സഖാവ് VS ജീവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? തന്നെ തിരഞ്ഞെടുത്തതിന് നന്ദി പറഞ്ഞിട്ട് പക്ഷേ ഞങ്ങളിങ്ങനെ ഒരു അവാർഡ് സ്വീകരിക്കുന്ന രീതിയില്ല എന്ന് VS പറയുമായിരുന്നു. ഇപ്പോൾ VSൻ്റെ കുടുംബമാണ് ഇതിനോട് പ്രതികരിക്കുന്നത്. അപ്പോൾ കുടുംബം സന്തോഷം പ്രകടിപ്പിച്ചു. അതിനി വാങ്ങണോ വേണ്ടയോ എന്നുള്ള രണ്ടാമത്തെ ഭാഗമുണ്ട്. ആ രണ്ടാമത്തെ ഭാഗം എന്ത് വേണമെന്നുള്ളത് കുടുംബം ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ്. തൗഫീഖ് അസ്ലാം വിവരങ്ങൾ നൽകും. തൗഫീഖ്, ഈ പത്മ പുരസ്കാരം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട VSന്റെ കുടുംബത്തിന് പാർട്ടിയുടെ നിലപാട് അറിയിക്കുക കൂടിയാണോ M.A. ബേബി ചെയ്യുന്നത്? ദിവ്യ, ഒരു പാർട്ടിയുടെ മുൻ നിലപാട് ഓർമ്മിപ്പിക്കുക കൂടിയാണ് M.A. ബേബി ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. കാരണം V.S. അച്യുതാനന്ദൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ അത് നിരസിക്കുമായിരുന്നുവെന്ന് M.A. ബേബി ഇപ്പോൾ പറയുന്നുണ്ട്. കാരണം ഇതിനു മുമ്പ് നിരവധി ആളുകൾക്ക്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾക്ക് ഈ സമാനമായിട്ടുള്ള പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നു. അതുകൊണ്ട് അവർ അത് നിരസിക്കുകയാണ് ഉണ്ടായത്. EMS ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ പുരസ്കാരങ്ങൾ നൽകാമെന്ന് കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ അറിയിച്ചപ്പോൾ അത് വേണ്ട എന്നുള്ളൊരു നിലപാടായിരുന്നു ആ സമയത്ത് നേതാക്കൾ സ്വീകരിച്ചത്. അതേ നിലപാട് തന്നെ V.S. അച്യുതാനന്ദനും ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ സ്വീകരിച്ചേനെ എന്നാണ് M.A. ബേബി പറയുന്നത്. ഇനിയിപ്പോൾ അദ്ദേഹം മരിച്ച സാഹചര്യത്തിൽ കുടുംബമാണ് അതിലൊരു തീരുമാനം എടുക്കേണ്ടത്. ആ പുരസ്കാരം ലഭിച്ചതിൽ ആ കുടുംബം സന്തോഷമുണ്ടെന്ന് അറിയിച്ചിരുന്നു. അത് പാർട്ടി അംഗീകരിക്കുന്നു. അതോടൊപ്പം തന്നെ അതിന്റെ രണ്ടാമത്തെ വശം എന്നുള്ളത് ഇനി അത് വഴങ്ങണോ, അത് ആ പുരസ്കാരം സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളതാണ്. അതിനിപ്പോൾ അവരുടെ കുടുംബമാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് M.A. ബേബി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. V.S. അച്യുതാനന്ദൻ ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായും ആ പുരസ്കാരം നിരസിച്ചേനെ. ഇനി തീരുമാനമെടുക്കേണ്ടത് കുടുംബമാണ് എന്നാണ് M.A. ബേബിയുടെ പ്രതികരണം. വിശദാംശങ്ങളാണ് തൗഫീഖ് അസ്ലം നൽകിയത്.